ഹലോ ഗൈസ്, അപ്പോഴേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. ഞാൻ നേരത്തെ ഞാൻ എന്താ പറയേണ്ടത്, ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു ഗൈസ്. പക്ഷേ എൻ്റെ ഫോൺ ഇപ്പോൾ ശരിയില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരും എന്താ പറയേണ്ടത്, ചായ കുടിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ ക്രിസ്മസ് വെക്കേഷൻ 10 ദിവസത്തെ ലീവ് എല്ലാവരും എൻജോയ് ആക്കിയിട്ടുണ്ടാവും അല്ലേ. ഞാനും ഭയങ്കര എൻജോയ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞിക്ക് സുഖമില്ലാതായിപ്പോയി, രേവതി മോക്ക് സുഖമില്ല, അതേപോലെ ജുംബുട്ടനും ഹീമുട്ടനും എനക്കും ഏകദേശം എല്ലാവർക്കും സുഖമില്ലാതായി ഗൈസ്. അപ്പോൾ അങ്ങനെയായിരുന്നു. നമ്മൾ വെക്കേഷന് പോയത് കൊല്ലൂരൊക്കെ ആയിരുന്നു ഗൈസ്. കൊല്ലൂർ പോയി, നല്ല രസമുണ്ടായി. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് 4ാമത്തെ പ്രാവശ്യമാണ് കൊല്ലൂർ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പോയത്. എനിക്ക് നല്ലോണം തൂവാനും പ്രാർത്ഥിക്കാനെല്ലാം പറ്റും. നമ്മൾ തലേദിവസം പോയി, പിറ്റേ ദിവസം പോയി. തലേദിവസം നമ്മൾ രാത്രിക്ക് ചോറെല്ലാം വെച്ചു. ഓക്കെ, അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാനിപ്പോൾ ചായ എല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനിപ്പോൾ വൈകിട്ടല്ലേ, അപ്പോൾ ഇപ്പോൾ എൻ്റെ മക്കളെല്ലാം സ്കൂളിൽ നിന്ന് വരേണ്ട സമയമായി. രേവതിയും ജുംബുട്ടനും ഇപ്പോൾ വരും. അപ്പോൾ അവർക്ക് ചായ കൊടുക്കണം. സ്നാക്സ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അച്ഛനും എല്ലാവർക്കും ചായ കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ചായ കൊടുക്കാൻ പറ്റുന്നതാണ് ഗൈസ്. പിന്നെ എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്കൂട്ടി പഠിക്കാൻ പോവാണ് ഗൈസ്. സ്കൂട്ടി പഠിക്കുന്നുണ്ട്. അതുപോലെ 4 വീലറും കൂടി പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ 2 വീലറും 4 വീലറും കൂടി പഠിക്കണമെന്ന് രണ്ടും ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പോൾ അച്ഛനോട് ഞാനെല്ലാം ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുകൊണ്ട് നിൽക്കുന്നതാണ്. എന്തായാലും ഞാൻ പഠിക്കാൻ പോവും. പിന്നെന്ത് പറയേണ്ടത്, എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് നന്നായിട്ടിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ രേവതി വന്നിട്ടാകുമ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് ചെയ്യാം. പിന്നെ എനിക്ക് ഒരു ചെറിയൊരു പ്രേതത്തിൻ്റെ ചെറിയൊരു അനുഭവത്തിൻ്റെ ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു. ഞാൻ പറയാം, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഗൈസ്. അതായത് ഞങ്ങളെ ഇതിൻ്റെ ഇടയിൽ December 9 അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് നമ്മൾ ഒരു ചെറിയൊരു സെലിബ്രേഷനെല്ലാം ഉണ്ടായി. ആ സെലിബ്രേഷനെല്ലാം കഴിഞ്ഞിട്ട് വന്ന സമയത്ത് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു ചിലങ്കേൻ്റെ സൗണ്ട്. നമ്മളെ വീട് തുറന്നു വെച്ചിട്ടുണ്ടായതാണ്. രാത്രി കിടക്കാൻ വേണ്ടി എല്ലാവരും കിടക്കാൻ പോയി. വീടിങ്ങനെ ഓപ്പൺ ഉണ്ടായത്. അപ്പോഴത്തേന് ഈ ചിലങ്ക വന്നിട്ട് നമ്മളെ വാതിലിൻ്റെ മുമ്പിൽ ഇങ്ങനെ കിച്ചിച്ചാ സൗണ്ടാക്കി. നമ്മളെല്ലാവരും പേടിച്ചു. പിറ്റേ ദിവസം അതേ സൗണ്ട് കേട്ടു. പിന്നെ നമുക്ക് പുറത്തേക്കെല്ലാം ഇറങ്ങാൻ രാത്രിക്കെല്ലാം ഇപ്പോൾ അങ്ങനെ ഭയങ്കര പേടിയാണ് ഈ ചിലങ്ക കാരണം. ഓക്കെ, ബാക്കി എക്സ്പീരിയൻസ് ഞാൻ പിന്നെ പറയാം. ഓക്കെ, ബൈ.